പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോഴേ കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു കലം ഒക്കെ മയക്കിയിരുന്നു. മൺകലം 2 മൺകലം മേടിച്ചായിരുന്നു. അത് ഞാൻ വെളിയിൽ വെച്ചായിരുന്നു മയക്കിയത്. ഇന്ന് ആ കലത്തിലാണ് ഞാൻ കഞ്ഞി വയ്ക്കുന്നത്. അതും വെളിയിൽ വെച്ച് തന്നെ ആ മയക്കിയ ആ അടുപ്പിൽ തന്നെ ഞാൻ കഞ്ഞി വയ്ക്കുകയാണ്. അപ്പോൾ വെള്ളമൊക്കെ നന്നായി ചൂടായിട്ടുണ്ട്. ആ ചൂടായ വെള്ളത്തിലോട്ട് അരി കഴുകിയത് ഇട്ട് കൊടുക്കുകയാണ്. അതിന് ശേഷം പിന്നെ ഞാൻ കുറച്ച് അവിടുത്തെ കാഴ്ചകളുമൊക്കെ കണ്ട് അതിൻ്റെയൊക്കെ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട്. അതൊക്കെ കാണുക. നമ്മുടെ മരത്തേൽ ഒരു കിളി വന്ന് കുറേ നേരമായിട്ടിരിക്കുക. അത് കണ്ടപ്പോൾ എനിക്ക് തോന്നി ഒരു വീഡിയോ എടുക്കണമെന്ന്. അങ്ങനെ എടുത്തതാണിത്. പിന്നാണെങ്കിൽ ചോറിന് കറി എന്തെങ്കിലും തയ്യാറാക്കണമല്ലോ. അതിനു വേണ്ടി ഇന്ന് ഞാൻ കറി തയ്യാറാക്കുന്നത് ഒരു പഴുത്ത തക്കാളി ഉണ്ട്. അത് ഒന്ന് കറി വയ്ക്കാമെന്ന് വിചാരിക്കുന്നു. പിന്നെ കുറച്ച് മുരിങ്ങയില നമുക്ക് ഇവിടുന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ തൊട്ടടുത്ത് ഒരു മുരിങ്ങ നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ അടുത്ത വീട്ടിലെ ആർക്കത് ഇലയെല്ലാം വീണങ്ങ് നാശമാകുന്നു. പിന്നെ അതങ്ങ് വെട്ടിക്കളഞ്ഞു. വെട്ടിയെന്ന് പറഞ്ഞാൽ അത് കമ്പ് മുറിച്ച് കളഞ്ഞു, ചുവട് വെട്ടിയിട്ടില്ല. അപ്പോഴേ ആ മുരിങ്ങയുടെ ഇലയെല്ലാം അവർക്കും കൊടുത്തു, ആ വീട്ടുകാർക്കും കൊടുത്തു. പിന്നെ കുറച്ച് നമ്മൾ എടുത്തുകൊണ്ട് വന്ന് അത് തോരൻ വയ്ക്കാനായിട്ടെല്ലാം പറിച്ച് വൃത്തിയാക്കി എടുത്ത് പിന്നെ അത് ഒന്ന് തോരൻ വയ്ക്കുകയാണ്. കിളിക്ക് പേടിയില്ല, ഒട്ടും ഒരു ശകലം പേടിയില്ല. ഞാൻ അത്രയൊക്കെ അടുത്ത് പോയി നിന്ന് വീഡിയോ എടുത്തണമെങ്കിൽ അത് അടുത്ത കമ്പയിലായിട്ട് മാറി മാറി ഇരിക്കുകയാണ്. ഒരു ശകലം പോലും പേടിയില്ല. പിന്നീടാണത് പറന്നു പോയത്. പിന്നെ ഇത്രയും മുരിങ്ങയുടെ ഇല കിട്ടി എനിക്ക്. അത് പറിക്കാൻ എളുപ്പം. അതിനു വേണ്ടി ഞാനൊന്ന് വാടാനെ കൊണ്ട് കുറച്ച് നേരം അവിടെ വെച്ചിരുന്നു. അപ്പം പിന്നെ പെട്ടെന്ന് ഇല ഉതിർത്തെടുക്കാമല്ലോ. ഉതിർത്തെടുത്ത ശേഷം നന്നായി വൃത്തിയായിട്ട് കഴുകിയതെടുത്ത് ധാരാളം വൈറ്റമിൻസ് അടങ്ങിയ നമ്മുടെ മുരിങ്ങയില കളയണ്ടല്ലോ. കണ്ണിൻ്റെ കാഴ്ചശക്തി കൂട്ടാനും ഇരുമ്പ് സത്തൊക്കെ അടങ്ങിയ ഈ ഇലകൾ കഴിക്കുന്നത് വഴി നമുക്ക് ഗുണം തന്നെ ചെയ്യുക, ദോഷമൊന്നും ചെയ്യാതെ. അതുപോലെ ഈ പ്രഷർ, ഷുഗർ ഒക്കെ ഉള്ളവർക്കും ഇത് വളരെ നല്ലതാണെന്ന് കേട്ടിട്ടുണ്ട്. എന്തായാലും ഞാനത് പറിച്ച് വൃത്തിയാക്കിയെടുത്ത് തോരൻ വെക്കുന്ന വിധം എല്ലാവർക്കും അറിയാമല്ലോ. അതേമാതിരിയാണ് ഞാനും തോരൻ വെച്ചിട്ടുള്ളത്. കുറേ ഏറെ ഇലയുണ്ടായിരുന്നു. തോരൻ വെച്ച് വന്നപ്പോൾ ഇത്രയേ ഉള്ളൂ. പിന്നെ നമ്മുടെ കറിയെല്ലാം അതിന് വേണ്ടി തയ്യാറാക്കി ഞാൻ അടുപ്പയിലോട്ട് വെച്ചു. എൻ്റെ ഫോൺ തകരാറിലായെന്ന് തോന്നുന്നു. പകുതിയായി കഴിയുന്നുടനെ എൻ്റെ ലൈറ്റ് പോവും. അങ്ങനെ അതെന്നെ പറ്റിച്ചുകൊണ്ട് നടക്കും. പിന്നെ ഞാൻ കുറച്ച് കോവയ്ക്ക എടുത്ത് അതങ്ങ് മെഴുക്ക് പുരട്ടി വയ്ക്കാമെന്ന് വിചാരിച്ച് അത് ചെറുതായിട്ട് അരിഞ്ഞെടുത്തു. പിന്നെ എണ്ണ ഒഴിച്ച് എണ്ണയ്ക്കകത്തോട്ട് നമ്മുടെ സവാള അരിഞ്ഞത് ഇട്ട് വഴറ്റി പിന്നെ കോവയ്ക്കായും പച്ചമുളകും കൂടി ഇട്ട് അതും കൂടെ നന്നായി വഴറ്റി മഞ്ഞൾപ്പൊടി, ഉപ്പുപൊടി എല്ലാം ഇട്ട് അങ്ങനെ വലിയ ആഡംബരമായിട്ടൊന്നും നമ്മുടെ കോവയ്ക്ക മെഴുക്ക് പുരട്ടി വെച്ചില്ല. ഇപ്പം ഇങ്ങനെയൊക്കെയാണ് ഞാൻ മെഴുക്ക് പുരട്ടി വയ്ക്കുന്നത്. ഞാൻ ചെയ്യുന്ന രീതിയൊക്കെയാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ മെഴുക്ക് പുരട്ടിയൊക്കെ വെന്ത് തയ്യാറാക്കി കറിക്ക് അരപ്പ് ചേർത്ത് അതിനും കടുക് വറുത്തൊഴിച്ച് അതും തയ്യാറാക്കിയ ശേഷം പിന്നെ മീൻ കറി ഇന്നലത്തെ ഇരിപ്പുണ്ടായിരുന്നു. അമ്മ അങ്ങനൊന്നും അത് കൂട്ടാറില്ല. പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ചു. അതിനുശേഷം ഈ തലമുടിക്ക് എൻ്റെ എണ്ണ അങ്ങ് തീർന്നായിരുന്നു. അത് കാച്ചാനായിട്ട് കുറച്ച് ചെമ്പരത്തിപ്പൂ പറിച്ച് അത് കാച്ച് എടുക്കാമെന്ന് തീരുമാനിച്ചു. എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് കാണിക്കുന്നില്ല.